എല്ലാവർക്കും നമസ്കാരം. നാളെ ജൂലൈ 7 777 മാനിഫെസ്റ്റേഷൻ ദിവസമാണ്. നമ്മൾ സാധാരണ മാനിഫെസ്റ്റേഷൻ ഏഞ്ചൽ നമ്പേഴ്സ് വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് നാളെയും ചെയ്യേണ്ടത്. രാവിലെ 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് ഇതാണ് ഏറ്റവും നല്ല സമയം. ഇനി ഒരു സമയം മാറിപ്പോവുക അല്ലെങ്കിൽ ഇത്തിരി അങ്ങ് വിട്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് 7 മുതൽ 8-നുള്ളിൽ 8 മണി ആവരുത്, 7:59 ഉള്ളിൽ തന്നെ ചെയ്യാം. രണ്ടു നേരവും നമുക്ക് ഒരേ ആഗ്രഹം തന്നെ ആയിരിക്കണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പേപ്പറിൽ ആദ്യം അതേ പേപ്പറിൻ്റെ മുകളിൽ 777 എഴുതുക, 777 എന്ന് എഴുതുക. താഴെ നമ്പർ ഇടുക, 1 മുതൽ 7 വരെയുള്ള നമ്പർ ഇടുക. ആ ഓരോ നമ്പറിൻ്റെ നേരെയും ഒരു ആഗ്രഹം മാത്രം എഴുതുക. ഇപ്പോൾ വല്ല വയ്യായ ഉണ്ട്, അത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എഴുതേണ്ടത് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് എഴുതുക. അല്ലെങ്കിൽ പണം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടി എന്നെഴുതുക. പുതിയ വീടാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു എന്നെഴുതുക. ഇങ്ങനെ ഒരേ ആഗ്രഹം 7 തവണ എഴുതുക. അതിൻ്റെ അടിയിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നും കൂടി എഴുതുക. ഇതേ ആഗ്രഹം തന്നെ നമുക്ക് വൈകുന്നേരം എഴുതാം. ആഗ്രഹങ്ങൾ മാറിപ്പോവരുത്, 2 ആഗ്രഹമാവരുത്. ഒരേ ആഗ്രഹം രാവിലെ എഴുതിയ അതേ ആഗ്രഹം തന്നെ വീണ്ടും നമുക്ക് വൈകുന്നേരം അതേ സമയത്ത് എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഈ പേപ്പർ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. നമ്മുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ഈ പേപ്പർ നമ്മൾ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ ചെടിയുടെ അടിയിൽ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടുക, അല്ലെങ്കിൽ ഒഴുക്കിക്കളയുക. ഏതാണോ പറ്റുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം. പക്ഷേ ഈ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കി നമ്മുടെ ഈ ആഗ്രഹം ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു പ്രതീതിയോട് കൂടി വേണം നമ്മൾ എഴുതാനായിട്ട്. നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു ഫീലിങ്ങോട് കൂടി വേണം നമ്മൾ എഴുതാനായിട്ട്. എന്ത് എഴുതുമ്പോഴും നമ്മൾ ആ ഫീലിങ്ങോട് കൂടി നമ്മൾ എഴുതുക. അത് നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷ്വൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിൻ്റെ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു നോക്കരുത്. നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നമുക്കിത് കിട്ടിയെന്ന് ഉറപ്പോടു കൂടി നമ്മൾ എഴുതുക. നമ്മുടെ കയ്യിൽ ഈ സാധനം വന്നു ചേർന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ എഴുതുക. ആത്മാർത്ഥമായിട്ട് എഴുതുക. എനിക്ക് വേണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ എഴുതുക. അങ്ങനെ എഴുതിയ ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നാളത്തെ ഈ ഒരു ദിവസം ആരും മിസ്സാക്കരുത്. എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക. എല്ലാവരുടെ ആഗ്രഹങ്ങളും നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.